കൊച്ചിനെ ഒഴിവാക്കാൻ ഒരു വഴി പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചപ്പ ഇവനെന്താ എന്റെ തലയിൽ കയറി നിരങ്ങണ. കൊച്ചിനെ ഒഴിവാക്കാനോ? ഹോ, തലയിൽ വെളിച്ചം വന്ന്. എന്നാ കേട്ടോ, ആ ചെമ്പക പെണ്ണിന്റെ മിന്നുകെട്ട് കഴിഞ്ഞിട്ട് 7-8 കൊല്ലമായി. അവള് മച്ചിയാണെന്ന് മന്ത്രപ്ലാത്തി പറഞ്ഞപ്പോ കെട്ടിയോ വേറെ കെട്ടുകയും ചെയ്തു. ഒരു കൊച്ചിനെ കിട്ടാൻ വേണ്ടി ആശ മൂത്ത് നടക്കുകയാണ് ചെമ്പകം. ഇന്നാൾ അക്കരെ കാട്ടി ചെന്നപ്പോ പെണ്ണിന്റെ കണ്ണീര് ഞാൻ കുറെ കണ്ടതാ. ആ കൊച്ചിനെ ചെമ്പകത്തിന് കൊണ്ട് കൊടുക്ക്. ചിന്നു സമ്മതിക്കൂ? ആർക്കാ കൊച്ചിനെ കൊടുക്കണമെന്ന് നീ ആരോടും പറയാൻ നിക്കണ്ട. ചിന്നു സമ്മതിക്കൂല നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൊച്ചിനെ കൊണ്ടുപോണത് അവള് കാണണ്ട. പിന്നീട് വിവരം പറഞ്ഞാ മതി. കാട് പോലും അറിയാണ്ട് കാര്യം നടത്തണ കരിമാ. ചുരുക്കി പറഞ്ഞ ഇനി ഈ ജീവിതം കൊണ്ട് വലിയ പ്രയോജനമില്ലെന്നർത്ഥം. ആകെയുള്ളൊരു പ്രതീക്ഷ അവനായിരുന്നു. വേണ്ട, നിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ടാ ഞാൻ കൂടുതലൊന്നും പറയാത്തെ. നിന്റെ കൂടെ എന്ന് കൂടിയോ അന്ന് മുതൽ എനിക്ക് നാശാ. പ്രകൃതി നിയമം തെറ്റിച്ച തിരിച്ചടി ഉറപ്പാ. ജീവിതം കൊണ്ട് പന്താടിയുള്ള ശിക്ഷ ഇതൊക്കെ. പണ്ട് വാശിക്ക് വേണ്ടി നീ അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ എന്റെ കുഞ്ഞിനെ ദൈവം ഇപ്പോ കാണാമറയത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ചോദിക്കാൻ അർഹതയുണ്ടോ ദൈവത്തോട് എന്തിനാ ഇങ്ങനെ ശിക്ഷിച്ചെന്ന്? ഇല്ല, ദൈവം തിരിച്ചു ചോദിക്കും, വേണ്ടാഞ്ഞിട്ട് നീയല്ലേ ആദ്യം വലിച്ചെറിഞ്ഞെന്ന്. അതെ, ഞാൻ തെറ്റുകാരിയാ. അതിപ്പോഴല്ല, കുറച്ചു കാലമായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന തിരിച്ചറിവാ. അന്ന് തൊട്ട് എന്റെ മോനെ തിരിച്ചു കിട്ടാൻ വേണ്ടി എല്ലാ തരത്തിലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. റിച്ചി കണ്ടതല്ലോ ഇതൊക്കെ. എന്ത് പ്രയോജനം? തൊടുത്തുവിട്ട അമ്പ് പോലെ തന്നെയാ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയും. തിരിച്ചെടുക്കാൻ സാധ്യമല്ല. ഇനി ഞാൻ എന്നാ വേണമെന്ന് നീ തന്നെ പറ. നീയോ മരിക്കാൻ കച്ചകെട്ടി ഇറങ്ങി നിൽക്കുന്നു. ചികിത്സ തുടങ്ങണമെന്ന് 100 വട്ടം പറഞ്ഞല്ലേ? വേണ്ട, നിനക്ക് മരണം മതി. എന്നാ എന്റെ കാര്യം കൂടി നീ അങ്ങ് തീരുമാനിക്കേ. ഞാൻ എന്നാ ചെയ്യണ്ടേ? നിന്റെ കൂടെ മരിക്കണോ? വേണ്ട, ഞാൻ തീരുമാനിച്ചത് എന്റെ കാര്യം മാത്രമാ. റിച്ചിയുടെ കാര്യം ഏത് രീതിയിലും എങ്ങനെ വേണേലും തീരുമാനിക്കാൻ റിച്ചിക്ക് അവകാശമുണ്ട്. മരിക്കുമ്പോ റിച്ചിയും കൂടെ കൊണ്ടുപോയാ എന്നാ നേട്ടം? കർത്താവിന്റെ മുന്നിലെത്തിയാ നമ്മളെ 2 വഴിക്ക് അയക്കും. റിച്ചിയെ സ്വർഗത്തിലോട്ടും എന്നെ നരകത്തിലോട്ടും. അതുകൊണ്ട് മരിക്കുമ്പോ എന്റെ കൂടെ വരണ്ട റിച്ചി. ഇങ്ങനെ ഉരുട്ടിപ്പിടിച്ച് ഓരോന്ന് പറഞ്ഞ എന്റെ പ്രശ്നം തീരുമോ? ഈ അവസ്ഥയിലെങ്കിലും നിന്റെ വാശി ഒന്ന് അവസാനിപ്പിക്ക. നമുക്ക് ചികിത്സ തുടങ്ങാം. 2 വർഷം കൂടെ നിന്റെ ജീവിതം നീട്ടി കിട്ടിയാൽ അതിന്റെ സന്തോഷം എനിക്കും കൂടെ അല്ലേ? ഏയ് ഇല്ല റിച്ചി, സന്തോഷമൊന്നും ഉണ്ടാവത്തില്ല. ഒത്തിരി തവണ ആശുപത്രി കയറി ഇറങ്ങി കഴിയുമ്പോ റിച്ചിക്ക് മടുക്കാൻ തുടങ്ങും. കീമോ ചെയ്തെന്റെ ഈ രൂപം മാറുമ്പോ എന്നെ വെറുക്കാൻ തുടങ്ങും. ഇപ്പൊ വെറുക്കുന്നതിന്റെ 10 ഇരട്ടി. പെട്ടെന്ന് മരിച്ച ഒരിത്തിരി സ്നേഹവും ഒരുപാട് സഹതാപവും കൂടെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് ചികിത്സയുടെ കാര്യം ഇനി എന്നോട് പറയണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, എന്റെ അസുഖം റിച്ചിയുടെ സന്തോഷത്തിന് ഒരിക്കലും തടസ്സമാവാൻ പാടില്ല. യു ക്യാൻ എൻജോയ് ഇൻ എനി മാനർ. ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, എന്റെ മുന്നിൽ വെച്ച് വേറൊരു പെണ്ണിനോട് സ്നേഹം കാണിക്കരുത്. അത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. റിച്ചി, മരിക്കും മുമ്പ് എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടണമെന്നുള്ള ഒറ്റ ആശയം എനിക്കുള്ളൂ. ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇന്ന് ഓഫ് ഡേയാ. എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഏയ്,
ഒന്നും ചെയ്യാനില്ലെന്ന് ഈ ലോകത്ത് ആര് പറഞ്ഞാലും അത് ശുദ്ധ മണ്ടത്തരവും കള്ളത്തരവാ. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചുറ്റും. ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ജോലിക്കൊരു പഞ്ഞുമില്ല ഈ ലോകത്തില്. അതും ശരിയാ. അതിരിക്കട്ടെ, കൈൻഡ്ലി ഗീവ് മീ സം അഡ്വൈസ്. എന്താ സോഫി? 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുക. അല്ല, സത്യം പറഞ്ഞ ഒരു 4-5 വർഷമായിട്ട് മനസ്സിലുള്ളതാ. വേറൊന്നുമല്ല, ഒരു പുസ്തകം എഴുതുക. പാറക്കുഴിയിലെ കുടിയേറ്റ കർഷകരുടെ കഥ. എന്റെ അപ്പച്ചൻ ചേമ്പുള്ളി ഔസിപ്പിന്റെയും പാർവതിയുടെ അച്ഛൻ നീരേറ്റ് കൃഷ്ണപിള്ളയുടെയും ജൈത്രയാത്രയുടെ കഥ. അതിൽ ഞാനും പാർവതിയും അനന്തേട്ടനും ഈ മണ്ണിൽ ജീവിച്ചു മരിച്ച എല്ലാവരും ഉണ്ടാവും. ഇത് കഥയായിട്ട് എഴുതിയാലോന്നാ 2-3 ദിവസമായിട്ട് എന്റെ ആലോചന. ഭ്രാന്തെന്ന് പറയൂ ആൾക്കാര്. ഏയ് ഇല്ല സോഫി, നീ അനുഭവിച്ചതൊക്കെ ആലോചിച്ച ഒരു വലിയ കഥ തന്നെ എഴുതാനുള്ള വകയില്ലേ? ഏതൊക്കെ വഴികൾ, എന്തെല്ലാം വേദനകൾ. എഴുതാനുള്ള തോന്നൽ മനസ്സിൽ വന്നെങ്കിൽ തീർച്ചയായിട്ടും എഴുതണം. നിനക്കതിന് കഴിയും. ഐ വിൽ ട്രൈ. പാർവതിയെ കണ്ടതിൽ പിന്നെയാ എനിക്ക് എന്നെ കുറിച്ച് മതിപ്പ് തോന്നി തുടങ്ങിയത്. എല്ലാവരും സ്നേഹം ഭാവിച്ച് ചവിട്ടി തള്ളിയൊരു ജന്മം, അതായിരുന്നു ഞാനെന്നുള്ളൊരു തോന്നൽ. പക്ഷേ ഇപ്പൊ അത് മാറി. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും പാർവതിക്കുള്ളതാ. സോഫി, സ്നേഹം കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടൂ. നിന്റെ മനസ്സ് നിറയെ സ്നേഹമുണ്ട്. എൻ്റെ അനിയൻ അനന്തനതറിയാമായിരുന്നു. പക്ഷേ ചുറ്റുള്ളവരാരും അത് തിരിച്ചറിഞ്ഞില്ല. കാരണം നീ എന്നും നിന്റെ സ്നേഹം പുറത്തു കാണിക്കാൻ മടിച്ചു. അഥവാ നിന്റെ ഈഗോ അതിനെ സമ്മതിച്ചില്ല. മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വരും. വന്നില്ലെങ്കിൽ സ്നേഹമില്ല എന്ന് തന്നെയാണ് സത്യം. പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല. നിന്റെ നൊമ്പരങ്ങളും അനുഭവങ്ങളും സ്നേഹവും എല്ലാം നീ എഴുതണം. അറിയട്ടെ, സോഫി അറിയാത്ത നിനക്ക് ചുറ്റുള്ളവർ അതെല്ലാം അറിയട്ടെ. സർ, എന്താ പ്രസാദേ, അപ്പുറത്തൊരു ചൂടുപിടിച്ച ചർച്ച? വിഷയം സാറുമായി ബന്ധപ്പെട്ട് തന്നെയാ. മിസ്റ്റർ ബോബന്റെ കുഞ്ഞിനെ കാണാതായ പ്രശ്നം. പാറക്കുഴി സ്റ്റേഷനിൽ ബോബൻ പെറ്റീഷൻ കൊടുത്തിരിക്കുക. ഉം. സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടോ ആവോ? അതില്ല സർ, ടീന റിച്ചാർഡിന്റെ പേരാ പറഞ്ഞത്. പക്ഷേ എനിക്കൊരു സംശയം സർ. ഉം. ടീന കുഞ്ഞിന്റെ സ്വന്തം അമ്മയല്ലേ സർ? ഇനി അവരാണ് കൊണ്ടുപോയതെങ്കിൽ തന്നെ അത് കേസാക്കുന്നത് എങ്ങനെയാ? കൊച്ചു കുഞ്ഞിനെ സ്വന്തം അമ്മ കൊണ്ടുപോയത് ഒരു ക്രിമിനൽ ഓഫൻസ് അല്ലല്ലോ. പെറ്റീഷൻ കൊടുത്തതിന് പിന്നിൽ ആരെങ്കിലും കൊടുക്കുക എന്നുള്ള ലക്ഷ്യമല്ലല്ലോ. കുഞ്ഞിനെ കണ്ടെത്തലാണ് പ്രൈം ഗോൾ. പിന്നെ എസ് ഐ ചോദിച്ചപ്പോ ടീനയുടെ പേര് പറഞ്ഞു കാണും. അവള് പലതവണ ശ്രമിച്ചതല്ലേ കുഞ്ഞിനെ കൊണ്ടുപോവാൻ. അല്ല, സാറ് സാക്ഷിക്കുട്ടി കയറേണ്ടി വരുമോ? കേറേണ്ടി വന്നാ കേറും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയും. ഇതൊക്കെ ആയിരിക്കും പുറത്തെ ചർച്ച. അല്ല, അത് സാറിന് വല്ല കുഴപ്പവും പറ്റുമെന്നുള്ള പേടിയാ റൈറ്റർ സദാശിവൻ നായർക്ക്. പറഞ്ഞു വന്നപ്പോൾ ചർച്ച അങ്ങ് കൊഴുത്തു, അത്രേ ഉള്ളൂ. എനിക്കെന്ത് കുഴപ്പം പറ്റുമെന്നല്ല നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. ആ കുഞ്ഞിന് എന്ത് കുഴപ്പം പറ്റിയെന്നാ. ഒരു പരാതി ആരെങ്കിലും ഇവിടെ കൊണ്ടു തന്നിരുന്നെങ്കിൽ നമുക്കൊരു അന്വേഷണം നടത്താമായിരുന്നു. ഉള്ള കേസൊന്നും പോരാഞ്ഞിട്ടാണോ സാറേ? അങ്ങനല്ല പ്രസാദേ. ആ കുഞ്ഞിന്റെ കൂടെ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കുറച്ചു കാലം കഴിഞ്ഞതല്ലേ ഞാൻ. രക്തബന്ധമൊന്നുമില്ലെങ്കിലും കുഞ്ഞുങ്ങളോട് നമുക്കൊരു സ്നേഹം തോന്നില്ലേ? അങ്ങനെ ഒരു സ്നേഹം ആ കുഞ്ഞിനോട് എനിക്കും തോന്നിയതാ. വീട്ടിൽ നിന്ന് കാണാതായെന്ന് കേട്ടപ്പോൾ മനസ്സിനൊരു അസ്വസ്ഥത. അതിന്റെ ചിരിക്കുന്ന മുഖം ഇങ്ങനെ മനസ്സിൽ മിന്നി മറയുന്നു. സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സെന്റിമെന്റ്സ് വിചാരിച്ച് സാറ് ചുമ്മാ ഇക്കാര്യത്തിൽ ഇടപെടരുതെന്നാ എൻ്റെ അഭിപ്രായം. അത് കറങ്ങിത്തിരിഞ്ഞ് എല്ലാം വ്യക്തിപരമായി മാറും സാർ. ശരിയാ. ആ കുഞ്ഞിനെ അങ്ങ് മറക്കാം. സാറ് ദയവായിട്ട് വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്.
എന്റെ ഭാര്യ ഒരു ക്യാൻസർ പേഷ്യന്റാ. റിച്ചി! അല്ല സർ, ഞാൻ പേഷ്യന്റ് ഒന്നുമല്ല. ഓ, സ്വന്തം ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് കള്ളം പറയുന്ന ആൾ എന്റെ ചോദ്യത്തിന് എങ്ങനെയാ സത്യം പറയുന്നത്? സർ, ഞാൻ പറഞ്ഞത് ഒരു പെറ്റീഷൻ കിട്ടിയ എനിക്കത് അന്വേഷിച്ചേ പറ്റൂ. അതും വളരെ സീരിയസ് ആയ ഇഷ്യൂ. ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയെന്ന കേസ്. സർ, ഈ പറയുന്ന കുഞ്ഞിന്റെ മാതാപിതാക്കളാണ് ഞങ്ങൾ. കുഞ്ഞിനെ കാണാതായതിന് ASP ഓഫീസിൽ ഞാനും എൻ്റെ ഭാര്യയും നാളെ പെറ്റീഷൻ കൊടുക്കാൻ പോവാ. എന്നിട്ട് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളാണെന്ന് ചോദിച്ചാ? ആ കുഞ്ഞിന്റെ മാതാപിതാക്കളാണോ നിങ്ങൾ? അതെ. തെളിവുണ്ടോ? ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പള്ളി രേഖകളിലുണ്ട്. മിസ്റ്റർ ബോബൻ പറഞ്ഞത് അയാളുടെ കുഞ്ഞാണെന്നാണല്ലോ. അത് അയാളുടെ വിശ്വാസമാ, വിശ്വാസം മാത്രം. അങ്ങനെ അയാൾ വിശ്വസിക്കണമെങ്കിൽ ബോബനും നിങ്ങളും തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കണമല്ലോ. ഉണ്ടായിരുന്നു. കുറച്ചു കാലം ഞാൻ ബോബന്റെ ഭാര്യയായിരുന്നു. ഡിവോഴ്സ് ആയ ശേഷം റിച്ചിയെ കല്യാണം കഴിച്ചത്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആണല്ലോ. അപ്പോ കുഞ്ഞിന് എന്ത് പറ്റിയാണെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ? ഊഹമല്ല, തീർച്ചയുണ്ട്. എന്നെയും ടീനെയും വേദനിപ്പിക്കാൻ വേണ്ടി ബോബൻ ഇങ്ങോട്ട് മാറ്റിയതാ. എന്നിട്ട് ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി ഇന്ന് പരാതിയും. ഓക്കെ, അവൻ്റെ കള്ളക്കളിയാ ഞങ്ങളോടുള്ള പക തീർക്കാൻ. ഞാനിപ്പോൾ തന്നെ സാറിൻ്റെ കൂടെ വന്ന് ബോബൻ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിന്ന് ഒരു പരാതി തരാം. അതിൻ്റെ കോപ്പി ASP ഓഫീസിൽ കൊടുത്തോളാം ഞാൻ. അവനെ അങ്ങനെ ചുമ്മാ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഓർമ്മകളുടെ ലോകത്താണെന്ന് തോന്നില്ല മൃദു. അതെ, ഞാൻ ഡാഡിയെ പറ്റി ഓർക്കുമായിരുന്നു. ഞാൻ കരുതി മറ്റേ കക്ഷിയാ നായനെന്ന്. മനസ്സിലായില്ല. അതെ, എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ ഈ ആറ്റിറ്റ്യൂഡ്. കല്യാണക്കാരിയൊക്കെ തീരുമാനമായിട്ടും കാട്ടുമനുഷ്യൻ നിന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ലല്ലേ? നിതിൻ, കുറച്ചുകൂടി അന്തസ്സായിട്ട് സംസാരിക്കേ. യാ, ദാറ്റ്സ് റൈറ്റ്. ഈ നാട്ടിൽ വരുന്നതുവരെ എനിക്ക് അന്തസ്സിൽ ഒരു കുറവുമില്ലായിരുന്നു. ഇവിടെ വന്നു, ചിലരെയൊക്കെ പരിചയപ്പെട്ടു, റിലേഷൻഷിപ്പ് ഉണ്ടായി. അതോടെ എൻ്റെ അന്തസ്സ് മുഴുവൻ വെള്ളത്തിലായി. ഒരു നാടൻ ചൊല്ലി കേട്ടിട്ടില്ലേ മീതു? ചാരിയാ ചാരിയത് മണക്കൊന്ന്, ചന്ദനം ചാരിയാ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ. ഇത് തന്നെ എനിക്കും പറഞ്ഞൂടെ മീതു? താൻ എന്നെ അലോസരപ്പെടുത്തുകയാണെന്ന്. എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാ നീ. എന്നിട്ടും മറ്റൊരു പുരുഷനെ ഇഷ്ടപ്പെടുക എന്നുള്ള അന്തസ്സില്ലായ്മ നീ കാട്ടുന്നു. നിന്റെ പെരുമാറ്റത്തിൽ അന്തസ്സില്ല, എൻ്റെ സംസാരത്തിൽ അന്തസ്സില്ല. ഇതിലേതാ കൂടുതൽ ചീത്ത? പെരുമാറ്റത്തിൽ അന്തസ്സില്ലായ്മയല്ലേ? എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. ഞാൻ കരുമനെ ഇഷ്ടപ്പെടുന്നത് അയാൾക്ക് നിഷ്കളങ്കമായ നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാ. വില കൂടിയ കോട്ടും ഷർട്ടും ഇട്ട് നടക്കുന്ന ഇവിടുത്തെ മാന്യന്മാരെക്കാൾ അന്തസ്സുള്ള സംസാരവും പെരുമാറ്റവുമാ ആ കാട്ടുമനുഷ്യന്. അത് നല്ല വ്യക്തിയോടുള്ള ആദരവാ. അതിന് നിതിനെന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? കരുമനോടുള്ള എന്റെ ആറ്റിറ്റ്യൂഡിന് ഞാൻ കൽപ്പിക്കാത്ത നിറം പൂശാൻ എല്ലാവരും കൂടി ഇങ്ങനെ മത്സരിക്കണ്ട. മത്സരിക്കുന്നവരൊക്കെ തോക്കും. മത്സരിക്കാതെ മാറി നിൽക്കുന്ന എനിക്ക് തോൽവി ഉണ്ടാവില്ല, ജയവും ഉണ്ടാവില്ല. നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. ഈയിടെയായി പുസ്തക വായന കൂടുതലാ, അതാ ഇങ്ങനെ. സാരമില്ല, എനിക്കിഷ്ടമാണ് നിന്റെ ഈ സംസാരം. നിന്റേതായിട്ടുള്ള എല്ലാം എനിക്കിഷ്ടം. നിന്റെ ഈ മുഖം, നിന്റെ ഡ്രസ്സുകൾ, നിന്റെ വീട്, നിന്റെ എസ്റ്റേറ്റ്, എല്ലാം ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതൊക്കെ സ്വന്തമാക്കുന്ന പ്രകൃതം എൻ്റേത്. സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണല്ലോ അവസാനം പറഞ്ഞത്. എസ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അതിനോടല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. നിന്റേതായിട്ടുള്ള എല്ലാറ്റിനോടും എനിക്ക് തുല്യ സ്നേഹം. നിതിന്റെ ലിസ്റ്റിൽപ്പെടാത്ത വേറൊന്നു കൂടി ഉണ്ട് എന്റേതായിട്ട്, മനസ്സ്. അത് പക്ഷേ വിറ്റാലും പണയം വെച്ചാലും ഒന്നും കാശ് കിട്ടില്ല.